നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചുവെന്ന വാർത്തകൾ വ്യാജമെന്ന് അധികൃതർ. അധിനിവേശ പക്ഷികളെ നിരീക്ഷിക്കാൻ ഇലക്ട്രോണിക് ഇൻഡെക്സ് പുറത്തിറക്കി. ഗൾഫ് ഇന്ത്യൻ സ്കൂളുകൾക്ക് ആശ്വാസം. CBSE ത്രിഭാഷാ നയത്തിൽ ഇളവ്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിൽ നിർമ്മാണ സാമഗ്രികളുടെ വില അമിതമായി വർദ്ധിച്ചെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വ്യക്തമാക്കി. വിപണിയിലെ യഥാർത്ഥ വില നിലവാരമല്ല ഇത്തരം വാർത്തകളിൽ പ്രതിഫലിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരി മുതൽ മെയ് വരെ ഇരുമ്പിന് 12%, സിമന്റിന് 18%മാണ് വില വർദ്ധിച്ചത്. പ്രാദേശിക ആവശ്യകത ഉയർന്നതും കപ്പൽ ഗതാഗത ചെലവ് വർദ്ധിച്ചതും അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദന ചെലവിൽ ഉണ്ടായ മാറ്റവുമാണ് ഇതിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം സാഹചര്യം ചൂഷണം ചെയ്ത് അനാവശ്യ വില വർധനവ് നടത്തുന്നവർക്കെതിരെ പരിശോധന ശക്തമാക്കിയതായും നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നും അതോറിറ്റി അറിയിച്ചു. വ്യാപാരികൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഔദ്യോഗിക ചാനലുകൾ വഴി ഉപഭോക്താക്കൾ പരാതിപ്പെടണമെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചു. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം പങ്കുവെക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാനിൽ അധിനിവേശ പക്ഷികളുടെ എണ്ണം നിരീക്ഷിക്കുന്നതിനായി പരിസ്ഥിതി അതോറിറ്റി പുതിയ ഇലക്ട്രോണിക് ഇൻഡെക്സ് പുറത്തിറക്കി. ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കിയ ഈ ഡിജിറ്റൽ സംവിധാനം മൈന, കാക്ക തുടങ്ങിയ അധിനിവേശ പക്ഷികളുടെ എണ്ണം തത്സമയം നിരീക്ഷിക്കാൻ സഹായിക്കും. 2022 മുതൽ 2026 വരെയുള്ള കണക്കുകൾ പ്രകാരം 1,06,74,030 അധിനിവേശ പക്ഷികളെയാണ് രാജ്യത്ത് നിരീക്ഷിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തത്. ഇതിൽ 1,04,43,799 അങ്ങാടി മൈനകളും 2,30,231 കാക്കകളും ഉൾപ്പെടുന്നു. പ്രാദേശിക പക്ഷികളുടെ ആവാസ വ്യവസ്ഥക്കും ജൈവ വൈവിധ്യത്തിനും കൃഷിക്കും ഭീഷണിയാകുന്നതിനാലാണ് നിയന്ത്രണ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. വടക്കൻ ബാത്തനിലാണ് ഏറ്റവും കൂടുതൽ പക്ഷികളെ നിയന്ത്രിച്ചത്. പച്ചപ്പും കൃഷിയിടങ്ങളും നിറഞ്ഞ ഈ മേഖലയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ ഇവിടെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പുതിയ ഓൺലൈൻ ഡാഷ്ബോർഡിലൂടെ പ്രതിവാര കണക്കുകൾ പൊതുജനങ്ങൾക്കും വിലയിരുത്താനാകും. CBSEയുടെ പുതിയ ത്രിഭാഷാ നയത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് ഇളവ് അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2026-27 അധ്യയന വർഷം മുതൽ 9ാം ക്ലാസ്സിൽ 3 ഭാഷകൾ പഠിക്കണമെന്നാണ് പുതിയ നയം. എന്നാൽ വിദേശ സ്കൂളുകളുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഒരു ഇന്ത്യൻ ഭാഷ മാത്രം നിർബന്ധമാക്കിയാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം. ഇതനുസരിച്ച് ഇംഗ്ലീഷിനൊപ്പം മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു പോലുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയും മൂന്നാമതായി അറബിക് അല്ലെങ്കിൽ മറ്റ് വിദേശ ഭാഷകളും പഠിക്കാം. 3ാം ഭാഷയ്ക്ക് 10ാം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷ ഉണ്ടായിരിക്കില്ലെന്നും അതിന്റെ മൂല്യനിർണ്ണയം സ്കൂൾ തലത്തിൽ മാത്രമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനാണ് പുതിയ ഇളവുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സീബ് വിലായത്തിലെ അനധികൃത കന്നുകാലി വിപണനത്തിനെതിരെ കർശന മുന്നറിയിപ്പുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി. അംഗീകൃത മാർക്കറ്റുകൾക്ക് പുറത്ത് കന്നുകാലികളെയും ബാർബിക്യൂ സാമഗ്രികളെയും വിൽക്കരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഇത്തരം വിൽപ്പനകൾ നടത്തുന്നത് ആരോഗ്യ സുരക്ഷയ്ക്കും ശുചിത്വത്തിനും ഭീഷണിയാകുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. പെരുന്നാൾ കാലത്തെ താൽക്കാലിക വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായാണ് നടപടി ശക്തമാക്കിയിരിക്കുന്നത്. സ്വദേശികളും വിദേശികളും ഔദ്യോഗിക മാർക്കറ്റുകൾ മാത്രം ഉപയോഗിക്കണമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.